التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നദ ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നക്കിറ മഅരിഫയെക്കുറിച്ചുള്ള പഠനമാണ്, ചർച്ചയാണ്. നോക്കാം. ഫസ്ലുൻ ഫി നക്കിറത്തി വൽ മഅരിഫത്തി. ഫസ്ലുൻ ഇതൊരു ഫസ്ലാണ്. ഫി നക്കിറ വൽ മഅരിഫ, നക്കിറ മഅരിഫയിലുള്ളൊരു ഫസ്ലാകുന്നു. അൽ ഇസ്മു ഇസ്മാകുന്നത് ദർബാനി രണ്ടിനങ്ങളാകുന്നു. അഹദുഹുമ അവ രണ്ടിൽ ഒന്നാമത്തേതാകുന്നത് നക്കിറത്തുൻ നക്കിറയാകുന്നു. ഖദ്ദമഹ അപ്പോൾ ഈ നക്കിറയെ മുസന്നിഫ് റഹ്മഹുല്ല മുന്തിക്കാൻ കാരണം എന്താ? അതിനെ മുന്തിച്ചു ലികൗനിഹ ആ നക്കിറയായ കാരണത്താൽ, അൽ അസ്ലായ കാരണത്താലാണ്. അപ്പം നക്കിറ മഅരിഫ രണ്ടും എടുത്തു നോക്കുമ്പോൾ അസ്ലാര നക്കിറയാണ്, മഅരിഫിൻ്റെ എതിര് ഫറാണ്. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ നക്കിറാണല്ലോ അധികരിച്ചുള്ളത് കസീർ ബിന്നിസ്ബത്തില ഇലൽ മഅരിഫ, മഅരിഫയിൽ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് വഹുവ എന്ന് പറഞ്ഞാൽ ഐലിസ്മുൻ നക്കിറതു, ഐ അലിസ്മുൻ നക്കിറ, നക്കിറയായ ഇസ്മാകുന്നത്. ഹുവ എന്ന് പറഞ്ഞാൽ നക്കിറയായ ഇസ്മാകുന്നത് മ ഒന്നാണ്, അഥവാ ഒരു ഇസ്മാണ്. ഷാ അത് വ്യാപിച്ചു, ഫി ജിൻസിൻ മൗജൂദിൻ മൗജൂദായ ജിൻസിൽ വ്യാപിച്ചതായ ഒരു ഇസ്മാണ്. മൗജൂദായ ജിൻസുണ്ട്, മുഖദ്ദറായതുണ്ട്. മൗജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, ഖാരിജിൽ പുറത്തത് ഉണ്ടാവും. നമ്മളൊക്കെ ഇപ്പോൾ ഇതുപോലെയൊക്കെ റജുലിൻ പോലെ, റജുല് അത് നക്കിറായ ഒരു ഇസ്മാ. ഏതെങ്കിലും ഒരാളെ മേലെ പ്രത്യേകമാക്കി മുഖ്തസായി അത് ഉപയോഗിക്കില്ല. റജുലു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മാത്രമെന്ന് പറയാൻ പറ്റൂല, കാരണം അതൊരു ജിൻസാണ് റജുല്. അപ്പം അതിൻ്റെ ജിൻസിൽ ആരൊക്കെ പെടും? പ്രായപൂർത്തിയായ ആണായ ഹയവാൻ, സംസാരിക്കുന്ന നാത്തിക്കായിട്ട് എല്ലാ മനുഷ്യന്മാരും അതിൽ പെട്ടു. മനസ്സിലായോ? അപ്പം ആ വർഗത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടോ ഓനൊക്കെ റജുലു എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഒലിപ്പെട്ടപ്പോൾ റജുലു എന്ന് പറയുമ്പോൾ മുഹമ്മദ്, അഹമ്മദ്, സെയ്ദ്, അബൂബക്രിൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ഖാരിജിലുള്ള ആളുകളാണ്, മൗജൂദാണല്ലോ. അതുകൊണ്ടാണ് മൗജൂദായ ജിൻസിൽ ഷായിആയിട്ടുള്ള വ്യാപിച്ച ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഇനി മുഖദ്ദർ ഉണ്ടാവും, അത് നമുക്ക് ഖാരിജിൽ ഒറ്റൊന്നും തന്നെ കാണാൻ പറ്റും, വേറെ കാണാൻ കിട്ടൂല. അത് ശംസ് നമ്മൾ പറയും. നോക്കാം. അപ്പം കാരണം തീർച്ചയായും ഹു ഈ റജുൽ എന്നുള്ളത് മൗദൂഅൻ അത് വെക്കപ്പെട്ടതാണ്, ലിമ ഒന്നിന് വേണ്ടി, ഒരു ഇസ്മിന് വേണ്ടി. എങ്ങനത്തെ? കാന അതായിരിക്കുന്നു, ഹയവാനൻ നാത്തിഖൻ, ഹയവാനാണ്, നാത്തിക്കായ, സക്കറൻ ആണായ, ബാലിഗൻ പ്രായപൂർത്തിയായ, ബാലിഗായ, സക്കറാനായ, നാത്തിക്കായ, ഹയവാന ആയിരിക്കുന്ന ഒരു മുസമ്മക്ക് ഒന്നിനു വേണ്ടി വെക്കപ്പെട്ട ഒന്നാണ് റജുല്. അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് ഖാസാക്കി കൊണ്ടുവച്ച ഒന്നല്ല റജുല്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ ഷാഇഅൻ അത് വ്യാപിച്ചതാണ് ഫി ഹാദൽ ജിൻസ്, ഈ ജിൻസിൽ. ഈ ജിൻസ് അത് ബാലിഗായിട്ടുള്ള, പ്രായപൂർത്തിയെത്തിയ എല്ലാ ആണുങ്ങളും ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ മേലും റജുൽ എന്ന് പറയാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരുത്തിന് വേണ്ടി വെച്ചതല്ല. അപ്പോൾ ഈ റജുൽ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ മൗജൂദ് ഉണ്ടാവുമല്ലോ, ഖാരിജിലുണ്ടല്ലോ, പുറത്ത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. മനസ്സിലായോ? അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഫകുല്ലമാ വുജിദ മിൻ ഹാദൽ ജിൻസി, ഫകുല്ലമാ വുജിദ കാണപ്പെടുമ്പോഴൊക്കെ, മിൻ ഹാദൽ ജിൻസി ഈ ജിൻസിൽ നിന്ന്, വാഹിദുൻ ഒരാളെ കാണപ്പെടുമ്പോഴൊക്കെ, ഈ ജിൻസിൽപ്പെട്ട ഒരാൾ നമ്മൾ കാണുക എങ്ങനെ? ബാലിഗായ, പ്രായപൂർത്തിയായ ഒരു പുരുഷൻ നമ്മൾ കണ്ടാ. അപ്പോൾ ഫഹാദൽ ഇസ്മു ഈ ഇസ്മാവുന്നത് സാദിഖുൻ സാദിഖാവും അലൈഹി അവൻ്റെ മേൽ, ഈ ഒരാൾ വാഹിദിനെ കണ്ടെത്തിയല്ലോ, അതിൻ്റെ മേൽ നമുക്കത് പറയാൻ അനുയോജ്യമാകും. സാദിഖാവും. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരാളെ കാണുകയാണ്, ആൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ്, അവൻ്റെ പേരെന്താണ്? അബ്ദുറഹ്മാൻ എന്നാ നോക്കുക. അപ്പോൾ അവനെ നമുക്ക് എന്താക്കാം? റജുൽ എന്നത് അവൻ്റെ മേൽ പറയാൻ പറ്റും, കാരണം റജുലാണ്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് മൗജൂദാണ്, ഖാരിജിൽ നമുക്ക് കാണാനൊക്കെ പറ്റും, മൗജൂദാണ്. ഔ അല്ലെങ്കിലോ ഫി ജിൻസിൻ മുഖദ്ദരിൻ. അപ്പോൾ അങ്ങോട്ട് അത്ഫേട്ട മാഷാ ഫി ജിൻസിൻ അറിയില്ല, അങ്ങനെ മാഷാ എന്ന് പറയുമ്പോൾ ഫി ജിൻസിൻ മുഖദ്ദരിൻ, മുഖദ്ദറായ ജിൻസിൽപ്പെട്ടതാണ്. മൗജൂദ് ഖാരിജിൽ പുറത്ത് നമുക്ക് കണ്ടോളണമെന്നില്ല, ഉണ്ടാവില്ല. മനസ്സിലായോ? പക്ഷെ അങ്ങനത്തെ ഒന്നിനു വേണ്ടി വെക്കപ്പെട്ടതാണ്. ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മേലൊക്കെ പറയാൻ പറ്റുമായിരുന്നു. മനസ്സിലായില്ലേ? ഇതുപോലെയൊക്കെ ഷംസ് പോലെ
ഈ ഷംസ് എന്ന പദം അത് ഒന്നിന് മാത്രം വദഅ ചെയ്യപ്പെട്ടതല്ല, മറിച്ച് ഫ ഇന്നഹ കാരണം തീർച്ചയായും ഹാ ഈ ഷംസ് എന്നുള്ളത് മൗദൂഅത്തുൻ അത് വെക്കപ്പെട്ടതാണ് ലിമ ഒന്നിന് എങ്ങനത്തൊന്ന കാനായിരിക്കുന്നു കൗക്കബൻ നക്ഷത്രമായിരിക്കുന്നു, നഹാരിയൻ പകലിൽ പ്രകാശിക്കുന്നൊരു നക്ഷത്രമായിരിക്കുന്നു. മാത്രമല്ല പിന്നെ അങ്ങനത്തെ കൂടിയ യൻസഹു സുഹൂറുഹു അതിൻ്റെ സുഹൂർ പ്രകടമാകൽ ഇല്ലാതാക്കി കളയും വുജൂദൽ ലൈലി രാത്രിയുടെ ലൈലെന്ന് വുജൂദാവലിനെ ലൈലുണ്ടാവലിനെ. അപ്പം രാത്രിയുടെ വുജൂദിനെ നീക്കക്കളയുന്ന പകലിൽ പ്രകാശിക്കുന്നതായ ഒരു ഒന്നിനു വേണ്ടി പ്രകാശിക്കുന്നവർക്ക് വേണ്ടി എന്താണോ ഒരു സാധനങ്ങൾ അതിനു വേണ്ടി വെക്കപ്പെട്ട ഒന്നാണ് ഷംസ് എന്നുള്ളത്. ഏതെങ്കിലും ഒന്നിന് സെയ്ദ് അതാണ് ഇബ്നു ഹിഷാം റഹ്മഹുല്ല തന്നെ മഹാനവറുകളുടെ ശർഹ പറഞ്ഞത് കാണാം. ഫഇന്നഹു ലം യൂദഅ അലാ അൻ യകൂന ഖാസൻ കസൈദിൻ വഅംർ. കണ്ടാ, സെയ്ദ് അമ്ര പോലെ ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടി എന്ന നിലയിൽ അത് വെക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? അത് നമ്മൾ സെയ്ദ് അമ്ര എന്ന് പറയുന്ന ഒരാൾക്ക് പറയുന്ന പോലെ ഒരാൾക്ക് പ്രത്യേകമാക്കി വെക്കപ്പെട്ടല്ല ഷംസ്. മനസ്സിലായോ? മറിച്ചെന്താ, അതായത് രാത്രി ഉണ്ടാവലിനെ തടയുന്ന ഇല്ലാതാക്കുന്ന പകലിൽ പ്രകാശിക്കുന്നതായ ഒന്നിന് വെക്കപ്പെട്ട ഒന്നാണ് ഷംസ്. മനസ്സിലായോ? അപ്പം പിന്നെ ഹക്കുഹ ഈ ഷംസ് എന്നതിൻ്റെ ഹക്കെന്താ? അൻ തസ്ദുഖ അലാ മുതഅദ്ദിദിൻ എണ്ണമുടയതിൻ്റെ മേൽ പറയൽ അനുയോജ്യമാകും. റജുല് പോലെ തന്നെ പറയാൻ പറ്റും. ഉണ്ടോ അല്ലേ എന്നുള്ള വേറെ കാര്യം. മനസ്സിലായില്ലേ? സംഭവമല്ലെങ്കിലും അങ്ങനെ ഉള്ളതിന് വേണ്ടി വെക്കപ്പെട്ട ഒന്നാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാരിഹ് ഇവിടെ പറയുന്ന കാര്യം കാണാം. എന്താ, നെക്റ എന്നുള്ളതിന് നെക്റയാവാൻ എന്തില്ല തഅദ്ദുദ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? കുറേ മുതഅദ്ദിദ് അതിൻ്റെ കുറേ അഫ്രാദുകൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അഫ്രാദ് ഉണ്ടാവലിന് ഒരു സാധ്യത സ്വലാഹിയത്ത് ഉണ്ടായാൽ മതി. മനസ്സിലായി? അപ്പോൾ ഷംസ് അങ്ങനല്ലേ. അതിനിപ്പോൾ നമുക്ക് ഖാരിജിൽ അഫ്രാദുകൾ കാണാൻ പറ്റൂല. അപ്പോൾ പറഞ്ഞ എന്തിനു വേണ്ടി വെക്കപ്പെട്ട നമ്മൾ പറഞ്ഞില്ലേ, രാത്രിയുടെ വുജൂദിനെ ഇല്ലാതാക്കി കളയുന്ന പകലിൽ പ്രകാശിക്കുന്നതായ ഒന്നിനു വേണ്ടി വെക്കപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെ നമുക്ക് ഖാരിജിൽ കാണാൻ പറ്റൂല, മുതഅദ്ദിദായിട്ട് കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ? നേരെ മറിച്ച് റജുലി എന്നുള്ളത് നമുക്ക് മുതഅദ്ദിദായിട്ട് തന്നെ കാണാൻ പറ്റും. പിടിച്ചോ? അപ്പം പിന്നെ നെക്കിറ എന്താ, നെക്കിറ എന്ന് പറയുമ്പോൾ പരിഗണിക്കപ്പെടുക എന്താ ഷാരിഹ് ഇവിടെ പറയുന്നത്. അപ്പം ഫൽ മുഅ്തബറു ഇവിടെ പരിഗണിക്കപ്പെടുക ഫി നെക്കിറ നെക്കിറയിൽ പരിഗണിക്കപ്പെടുക സ്വലാഹിയ്യത്തു ഹാലി തഅദ്ദുദി തഅദ്ദുദിന് എണ്ണമുടയതിന് വേണ്ടി അത് സലാഹിയ്യത്താവുക എന്താ നന്നായാൽ മതി. മനസ്സിലായോ? അപ്പം അതെന്താവുക സലാഹിയ്യത്തുഹ അതെന്താവുക അതായാൽ മതി, നന്നായാൽ മതി. തഅദ്ദുദിന് വേണ്ടി സാധ്യമായാൽ മതി. മനസ്സിലായോ? അപ്പം ഷംസ് തഅദ്ദുദിന് വേണ്ടി സാധ്യമായ ഒന്നല്ലെങ്കിലും. മനസ്സിലായോ? അതുകൊണ്ട് ഷാരിഹ് പറയുന്നു ലാ വുജൂദിൽ മുതഅദ്ദിദി. കണ്ടോ, മുതഅദ്ദിദ് ഉണ്ടാവണമെന്നില്ല, മറിച്ച് എന്ത് മതി സലാഹിയ്യത്തുഹാ ലി തഅദ്ദുദി തഅദ്ദുദായ എണ്ണമുടയതിന് സലാഹിയ്യത്ത് അനുയോജ്യമായ മതി, ഉണ്ടാവിക്കൊള്ളണം. ലാ വുജൂദി മുതഅദ്ദിദി എണ്ണമുടയത് ഉണ്ടാവുക എന്നതിന് സാധ്യമാവണ്ട. പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഷംസില്ലല്ലോ. അപ്പം അതിന് സാധ്യമായാൽ മതി. അപ്പം അതാണ് നെക്കറ. ഇനി നമുക്ക് നോക്കാം വസ്സാനി രണ്ടാമത്തത് മാരിഫത്തുൻ മാരിഫയാകുന്നു. വ അഖറഹ ഈ മാരിഫയെ മുസന്നിഫ് പിന്തിച്ചു. അഖറഹ പിന്തിച്ചു. എന്തുകൊണ്ടാണ്? ലികൗനിഹ ഈ മാരിഫായ കാരണത്താൽ അൽ ഫറഅ അസ്ൽ നെക്കിറാണല്ലോ നമ്മൾ പറഞ്ഞു. ഇനി മാരിഫയെ കുറിച്ച് പറയാം. വഹിയ അത് സിത്തത്തുൻ മാരിഫ 6 എണ്ണമാണ് എന്ന് പറഞ്ഞാൽ സിത്തത്തു അഖ്സാമിൻ അർത്ഥം 6 വിഭാഗങ്ങളാണ്. അതേതൊക്കെ? അദ്ദമീറു ദമീറാണ്, വൽ അലമു അലമാണ്, വസ്മുൽ ഇഷാറത്തി ഇസ്മി ഇഷാറയാണ്, വൽ മൗസൂലു മൗസൂലാണ്, വൽ മുഹല്ല ബി അല്ല് കൊണ്ട് അണിയിക്കപ്പെട്ടതാണ്, അഥവാ അല്ലുള്ളതാണ്, താരീഫിൻ്റെ അല്ല്. അതേപോലെ തന്നെ വൽ മുദാഫാണ് ഇലാ വാഹിദിൻ മിൻഹ മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ അലമ് ഇസ്മി ഇഷാറ ദമീർ ഈ പറഞ്ഞതിലേതെങ്കിലും ഒന്നിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതാണ്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.